നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ നോക്കാൻ പോകുന്നത് ദി ഇങ്ക് ആൻഡ് ദ മെലഡി എന്നുള്ള ചാപ്റ്ററാണ്. പേജ് നമ്പർ 165. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. നോക്കൂ മക്കളെ, ലെറ്റ് us read and reflect. എന്താണ്? You have seen how ads influence children and adolescents. It is important to know that there are also positive aspects to the popular media that contribute to human development and well-being. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് പരസ്യങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് അല്ലേ? അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. നെഗറ്റീവ് ആസ്പെക്റ്റാണ് നമ്മൾ നോക്കിയതല്ലേ. ഇവിടെ എന്തുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റാണ് ഇവിടെ പറയുന്നത്. അതായത് പോപ്പുലർ മീഡിയ നമ്മൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, വെൽബീയിങ്, ഇതിനൊക്കെ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് പോസിറ്റീവ് സൈഡാണ് ഇവിടെ നോക്കുന്നത്. നൗ ലെറ്റ് us read on the story of the meeting of two legends, the king of pop Michael Jackson and Joseph Barbera, one of the creators of popular cartoon characters like Tom and Jerry. അപ്പോൾ നമുക്കറിയാം ആരൊക്കെയാണ് ഇവിടെ പോപ്പുലർ ഫിഗേഴ്സാണ് രണ്ട് പേര്. ആരൊക്കെ? ഒന്ന് നമ്മുടെ പോപ്പ് മാന്ത്രികൻ, ആര്? മൈക്കിൾ ജാക്സൺ. നമ്മൾ കാർട്ടൂൺസ് കാണുന്നവരാണല്ലേ. ടോം ആൻഡ് ജെറി കാർട്ടൂൺസിനകത്ത് എപ്പോഴും എഴുതി കാണിക്കുന്ന പേരുകൾ തന്നെയാണ് ഹന്നായും ബാർബറയും. ബാർബറ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ടോം ആൻഡ് ജെറി. അത് മാത്രമല്ല വേറെ ഒരുപാടുണ്ട്. അപ്പോൾ ഏറ്റവും ഫേമസ് എന്ത് തന്നെയാണ്? ടോം ആൻഡ് ജെറി ആണ്. The meeting reveals the remarkable ability of art to uplift, inspire and provide solace, offering a beacon of comfort and consolation to weary minds. എന്താണ്? ഭയങ്കര വിരസതയൊക്കെ അനുഭവിച്ച് വിഷമിച്ചൊക്കെ ഇരുന്ന് മടുപ്പൊക്കെ അനുഭവിക്കുന്ന സമയത്താണ് ഇതെല്ലാം നമുക്ക് ആശ്വാസമാകുന്നത് അല്ലേ. ചില ആൾക്കാർക്ക് എന്താണ് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പാട്ട് കേട്ടാൽ മതി അല്ലേ. ചിലർക്ക് എന്താണ് ആ സമയത്ത് എന്തെങ്കിലും കോമഡി കാണാനായിരിക്കും ഇഷ്ടം, കോമഡി മൂവീസ് അല്ലെ കോമഡി ആയിട്ടുള്ള എന്തെങ്കിലും കാണാനായിരിക്കും ഇഷ്ടം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കുന്ന രണ്ട് ആൾക്കാർ തന്നെയാണ് ഇവർ രണ്ടുപേരും. അപ്പം മീറ്റിംഗ് എന്താണ്? റിവീൽസ് ദ റിമാർക്കബിൾ എബിലിറ്റി ഓഫ് ആർട്ട്. ആർട്ടിൻ്റെ ഒരു ഭയങ്കരമായ എബിലിറ്റി ഉണ്ട്. എന്തൊക്കെ ചെയ്യാൻ? അപ്ലിഫ്റ്റ് ചെയ്യാൻ, ഇൻസ്പയർ ചെയ്യാൻ, അതുപോലെ സൊലേസ്, ആശ്വാസം പകരാൻ. ആർക്കാണ്? വിരസത അനുഭവിക്കുന്ന, കൺസൊലേഷൻ അനുഭവിക്കുന്ന, വിഷമിച്ച് ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ത് കൊടുക്കാൻ? ആശ്വാസം പകരാൻ. എന്തിൻ്റെ കഴിവ്? ആർട്ടിൻ്റെ കഴിവ്. അതാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. നോക്കൂ, ദ ഇങ്ക് ആൻഡ് ദ മെലഡി. ഈ പേരിൽ തന്നെ മനസ്സിലാക്കാമല്ലോ. ഇങ്ക് എന്താണ്? പെയിൻറ്റിങ്. മെലഡി എന്താണ്? പാട്ട്. ഇത് രണ്ടുമാണ് ഇവർ രണ്ടുപേരും അല്ലേ. ജോസഫ് ബാർബറയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജോസഫ് ബാർബറെ നോക്കൂ. ജോസഫ് ബാർബറ വാസ് എ വിഷണറി അമേരിക്കൻ അനിമേറ്റർ, കാർട്ടൂൺ ആർട്ടിസ്റ്റ്, ഡയറക്ടർ, പ്രൊഡ്യൂസർ ആൻഡ് co-founder ഓഫ് ഹന്ന ബാർബറ, വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ അനിമേഷൻ സ്റ്റുഡിയോസ് ഇൻ ഹിസ്റ്ററി. എന്താണ്? കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആരൊക്കെയാണ് അദ്ദേഹം? ആനിമേറ്ററാണ്, കാർട്ടൂൺ ആർട്ടിസ്റ്റാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, അതുപോലെ തന്നെ ഹന്ന ബാർബറ എന്നുള്ള ആ ഒരു പേരിൻ്റെ co-founder. ഇവർ രണ്ടുപേരുടെ ചേർന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. എന്താണ്? അനിമേഷൻ സ്റ്റുഡിയോ ആണ് അത്. എന്താണ്? ഹന്ന ബാർബറ എന്ന് പറയുന്നത്. അലോങ് സൈഡ് വില്യം ഹന്ന. ഉണ്ടോ? വില്യം ഹന്നയും ജോസഫ് ബാർബറയും. ഇതാണ് പേരുകൾ. പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഹി ക്രിയേറ്റഡ് സം ഓഫ് ദി മോസ്റ്റ് ബിലവഡ് ആൻഡ് എൻജോറിങ് അനിമേഷൻ ക്യാരക്ടേഴ്സ്. ഏതൊക്കെ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് അദ്ദേഹം വില്യം ഹന്നയോട് ചേർന്ന് ചെയ്തത്? ടോം ആൻഡ് ജെറി ഉണ്ട്, പിന്നെ ഫ്ലിൻസ്റ്റോൺസ്, യോഗി ബെയർ, സ്കൂബിഡു ഒക്കെ നമുക്കറിയാം അല്ലേ. Barbara's innovative contributions revolutionized the animation industry, earning him 7 Oscars. And അദ്ദേഹത്തിന് എന്തൊക്കെ കിട്ടി? 7 ഓസ്കാർ and 8 Emmy Awards. His legacy as a pioneer of the animation industry lives on to enchant audiences worldwide. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ആനിമേഷൻ എന്നുള്ളതാണ്. അത് ലോകത്തുള്ള ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ചാപ്റ്ററിലോട്ട് കിടക്കാം. നോക്കാം. I choose to be called creative consultant, though I might well have been designated as producer, co-producer, executive producer or dishwasher. I choose to be called creative consultant. എന്നെ എന്ത് വിളിക്കാനാണ് എനിക്കിഷ്ടം? ക്രിയേറ്റീവ് കൺസൾട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേഷൻ, അതിൻ്റെ ആൾക്കാർക്ക് സമീപിക്കാവുന്ന ഒരാൾ, അതാണ് കൺസൾട്ടൻറ്റ് അല്ലേ.
അപ്പോൾ അങ്ങനെ അറിയപ്പെടാൻ അതിൻ്റെ കൺസൾട്ടൻറ്റ് ഇവിടെ എക്സ്പേർട്ട് എന്ന രീതിയിലാണ് അദ്ദേഹം, അല്ലേ? നമ്മളൊരാളെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹം, അല്ലെങ്കിൽ ആ ലേഡി ആയിക്കോട്ടെ ആരായിക്കോട്ടെ, അവർ ആ ഒരു വിഷയത്തിൽ വളരെ പ്രാഗൽഭ്യം നേടിയവരായിരിക്കും. അപ്പോൾ എന്നെ എങ്ങനെ വിളിക്കാനാണ്? ക്രിയേറ്റീവ് കൺസൾട്ടൻ്റ് എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഞാൻ എന്തൊക്കെയായിരുന്നു? ഞാൻ ഒരു പ്രൊഡ്യൂസറെന്നോ കോ പ്രൊഡ്യൂസറെന്നോ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറെന്നോ ഡിഷ് വാഷറെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും എനിക്ക്, ഡിഷ് വാഷർ മീൻസ് എ ലേബറർ, എന്ത് പേരിട്ട് വിളിച്ചാലും എനിക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടം എന്നെ എന്ത് വിളിക്കുന്നതാണ്? എന്താണ്? ക്രിയേറ്റീവ് കൺസൾട്ടൻറ്റ് എന്ന് വിളിക്കാനാണ്. I had one of the best times in my life working in that capacity with Phil and his people on the Tom and Jerry movie. അപ്പോൾ എന്താ പറയുന്നത്? എനിക്കൊരു നല്ല സമയം, I had one of the best times. എങ്ങനെ? ആരുടെ കൂടെ? ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞത് എന്ത് തന്നെയാണ്? ഫില്ലിൻ്റെയും അവരുടെ ആൾക്കാരുടെയും കൂടെ. ഫിൽ ആൻഡ് ഹിസ് പീപ്പിൾ എന്താ സംഭവം? ടോം ആൻഡ് ജെറിയുടെ സംവിധായകൻ, ഡയറക്ടർ ഓഫ് ടോം ആൻഡ് ജെറി മൂവീസാണ് ഫിൽ. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്രൂവിൻ്റെയും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ആ ഒരു വർക്കിംഗ് കപ്പാസിറ്റി. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബെസ്റ്റ് ടൈം എൻ്റെ ജീവിതത്തിൽ. While the movie was in production, I met, in fact, I had a series of 5 meetings with a young man who is very much in the news as I write this. അപ്പോൾ ആ ഒരു മൂവിയുടെ പ്രൊഡക്ഷൻ്റെ ടൈമിൽ ഞാൻ ആരെ പോയി മീറ്റ് ചെയ്തു? അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞതിനേക്കാളും ഞാനൊരു 5 പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് സീരീസ് അടുപ്പിച്ചടുപ്പിച്ച് ഞാനൊരു 4-5 പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ആരാണ്? ആ സമയത്ത് ന്യൂസുകളിലൊക്കെ നിറഞ്ഞു നിന്ന ആൾ തന്നെയാണ്. ഞാനിത് എഴുതുന്ന സമയത്ത് അദ്ദേഹം എന്താണ് ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തെയാണ് ഞാൻ പോയി കണ്ടത്. Sometime in 1992, Michael Jackson, an avid cartoon buff, contacted me to discuss the possibility of working on some project together. ആ സമയത്ത് ആര് ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു? മൈക്കൽ ജാക്സൺ, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മ്യൂസീഷ്യൻ മൈക്കൽ ജാക്സൺ. മ്യൂസീഷ്യൻ, സിംഗറും ഒക്കെയാണ്, ഡാൻസറും ഒക്കെയാണല്ലേ. ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്താ പറയുന്നത്? ഇവർക്ക് ഒരുമിച്ച് അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ഒരു ഫാനാണ് ആനിമേഷൻ വീഡിയോസിൻ്റെ, കാർട്ടൂൺസിൻ്റെ. അപ്പോൾ ഈ കാർട്ടൂൺസിനകത്തുള്ള ആരാധന മൂത്ത് അദ്ദേഹം എന്ത് പറയുന്നു? ഇവരും നല്ല പോപ്പുലറായിട്ട് നിൽക്കുന്ന സമയമാണ് അല്ലേ? ഈ ജോസഫ് ബാർബറയും വില്യം ഹന്നായും ഒക്കെ ചെയ്യുന്ന എന്താണ് ഫിൽ ആൻഡ് പീപ്പിൾ, ഫില്ലിൻ്റെ ആ ഒരു കാർട്ടൂൺ സീരീസ് എന്താണ് മൂവീസൊക്കെ എടുക്കുവാണ് ടോം ആൻഡ് ജെറി. അപ്പോൾ അത് വളരെയധികം ഫേമസ് ആയിട്ട് ഇങ്ങനെ പീക്കിൽ നിൽക്കുന്ന ടൈമിലാണ് മൈക്കൽ ജാക്സൺ കോണ്ടാക്ട് ചെയ്തിട്ട് എന്ത് ചോദിക്കുന്നത്? നമ്മൾക്ക് ഒരുമിച്ച് ഒരെണ്ണം ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് വിളിക്കുന്നത്. ഹൂ കുഡ് സേ നോ? ആർക്ക് പറയാൻ പറ്റും നോ? My first thought was to make a deal for him to sing a song in the Tom and Jerry feature. എൻ്റെ ഫസ്റ്റ് ഡീൽ എന്തായിരിക്കും? അദ്ദേഹം അതിനോട് പറയണം എന്ത് ടോം ആൻഡ് ജെറിയുടെ ആ ഫീച്ചറിൽ എന്ത് വേണം? ഒരു പാട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് വേണമെന്ന് ഞാൻ പറയാം. എനിക്കതാണ് എൻ്റെ ആദ്യത്തെ ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ ചിന്ത അതാണ്. ഡ്യൂറിങ് യുവർ ഫസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് ഓൺ വിൽഷെയർ ബോവലാർഡ്, he asked me if I had really written all those Tom and Jerry series. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലായിരിക്കും, വിൽഷെയർ ബോവലാർഡ്, അവിടെ വെച്ചാണ് അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹം ചോദിച്ചത് ഇദ്ദേഹത്തോട്? മൈക്കൽ ജാക്സൺ ഇദ്ദേഹത്തോട് എന്ത് ചോദിച്ചു? ഈ കാർട്ടൂൺസൊക്കെ ശരിക്കും നിങ്ങളാണോ എഴുതിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം എന്ത് മറുപടിയാണ് പറഞ്ഞത്? നോ, ഐ സെഡ്, ഐ ഡ്രൂ ദം. ഇല്ല, ഞാനല്ല എഴുതിയത്, ഞാനത് വരച്ച ആളാണ്. ഡു യു വോണ്ട് ടു സീ? കാണണോ എന്ന് ഞാൻ ചോദിച്ചു. ഹീ നോഡഡ്, എന്താണ് തലയാട്ടി. സ്പ്രാങ് ഔട്ട് ഓഫ് ദ റൂം ആൻഡ് റിട്ടേൺ വിത്ത് എ പാഡ് ആൻഡ് സം മാർക്കേഴ്സ്. എന്താണ് അപ്പോൾ തന്നെ പോയിട്ട് എന്തൊക്കെ എടുത്തുകൊണ്ട് വന്നു? വരയ്ക്കാനുള്ള പാഡും മാർക്കറും ഒക്കെ ആയിട്ട് തിരിച്ചു വന്നു. ഐ ടുക്ക് ദം ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് സ്കെച്ചസ് ഓഫ് എ കാർട്ടൂൺ. എന്താണ് ഞാനതെടുത്ത് ഓരോ കാർട്ടൂണിന് മൊത്തത്തിലങ്ങ് വരയ്ക്കാക്കത്തില്ല, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്കെച്ചസ് ഒക്കെ ഞാൻ വരച്ചു തുടങ്ങി. വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്, അപ്പോൾ ഞാൻ വരച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ബൗളിംഗ് എ ക്യാറ്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്ത് പോലുള്ള ഒരു സംഭവമായിട്ട് ഇങ്ങനെ ആ ഒരു പിക്ചർ, ആ ഒരു കാർട്ടൂൺ കണ്ടിട്ടുള്ളവർക്കറിയാം. അതിങ്ങനെ തള്ളിക്കൊണ്ടൊക്കെ നിൽക്കുന്ന ഒരു ടോമൊക്കെ അതിനെ ഇങ്ങനെ ഒരു ചെറിയ പന്ത് അതിൽ നിന്നിങ്ങനെ കളിക്കുന്ന ഒരു സംഭവമാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ആ സമയത്തെ എക്സ്പ്രഷൻസൊക്കെയാണ് ഇദ്ദേഹം ഇങ്ങനെ വരയ്ക്കുന്നത്. ഡെപ്പിക്റ്റിംഗ് ദ ആക്ഷൻ ആൻഡ് ദ അറ്റ്മോസ്ഫിയർ. എന്തൊക്കെയാണ് ഞാൻ ആ ക്യാറ്റും അതുമാത്രമല്ല വരച്ചത്, ആക്ഷനും അറ്റ്മോസ്ഫിയറും ഒക്കെ ഞാൻ വരച്ചു.
മൈക്കൽ ലുക്ക്ഡ് ഓവർ മൈ ഷോൾഡർ whispering in that high, thin, breathy voice of his, wow and wow. എന്താണ് അദ്ദേഹം ഇങ്ങനെ എൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ നോക്കി ഇതിങ്ങനെ വരയ്ക്കുന്ന നോക്കിയിട്ട് എന്താണ് വളരെ പതുക്കെ അദ്ദേഹത്തിൻ്റെ ഹൈ തിന്നായിട്ടുള്ള ബ്രീതി വോയിസിൽ പറയണം വാവ് വാവ് എന്ന് പറയും. ഐ സ്റ്റോപ്ഡ് അറ്റ് ദ 5th sketch. 5ാമത്തെ പടം വരച്ചപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. വുഡ് യു ലൈക്ക് മീ ടു ഓട്ടോഗ്രാഫ് ദം? എന്താണ് ചോദിച്ചത്? ഞാനതിൽ ഓട്ടോഗ്രാഫ് ചെയ്യണോ എന്ന് ചോദിക്കുന്നു. ഓ യെസ്, ഹി വിസ്പേർഡ്. അദ്ദേഹം പറഞ്ഞു. നൗ ഹൗ അബൌട്ട് മീ ഗെറ്റിംഗ് ആൻ ഓട്ടോഗ്രാഫ്? യെസ്. അപ്പോൾ തിരിച്ച് ഞാനും ചോദിച്ചു, അപ്പോൾ എനിക്ക് എങ്ങനെയാണ് താങ്കളുടെ ഒരു ഓട്ടോഗ്രാഫ് കിട്ടുക? ഐ പോയിന്റ് ടു എ പോസ്റ്റർ ഹി ഹാഡ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പോസ്റ്റർ, ഒരു വീട്ടിലായിരിക്കാം, അത് ചൂണ്ടിക്കാണിച്ചു. ഷോയിങ് ഹിംസെൽഫ് ആൻഡ് ലിറ്റിൽ ഗേൾ. കണ്ടാവും അതിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? അദ്ദേഹവും ഒരു ലിറ്റിൽ ഗേളും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ്, ഹി സെഡ്, ഹിസ് നീസ് നിക്കോൾ. ആരാണ്? അദ്ദേഹത്തിൻ്റെ നീസാണ്. ഇപ്പോൾ സഹോദരൻ്റെയോ സഹോദരിയുടെയോ ഒക്കെ മക്കളെയാണ് നമ്മൾ നീസ് എന്ന് പറയുന്നത്, മകളെയാണ് നീസ് എന്ന് പറയുന്നത്. പേരെന്താണ്? നിക്കോൾ. കുഡ് യു ഓട്ടോഗ്രാഫ് ദ പോസ്റ്റർ? ആ പോസ്റ്ററിൽ ഓട്ടോഗ്രാഫ് ചെയ്ത് തരുമോ? ഓ യെസ്, ഹി വിസ്പേർഡ്. ആൻഡ് ഹി ബിഗാൻ ടു റൈറ്റ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? റൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ഹി ബിഗാൻ ടു റൈറ്റ് ആൻഡ് ഹി റോട്ട് സം മോർ. എഴുതി കുറച്ചധികം എന്തോ എഴുതി. വാട്ട് ഇസ് ദിസ്? ദ ഗെറ്റിസ്ബർഗ് അഡ്രസ്. അപ്പോൾ ഞാൻ ചോദിക്കുക, എന്താ ഇത്? ഗെറ്റിസ്ബർഗ് പ്രസംഗമാണോ? ആരാ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയത്? അബ്രഹാം ലിങ്കൺ ആണ്. ബോക്സ് ഉണ്ട്, നോക്കൂ. ദ ഗെറ്റിസ്ബർഗ് അഡ്രസ് is a famous speech delivered by President Abraham Lincoln during the American Civil War. അമേരിക്കൻ സിവിൽ വാറിൻ്റെ സമയത്ത് എന്താണ് നമ്മുടെ ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ലേ? എന്താണ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജനാധിപത്യത്തെ പറ്റി പറയുന്ന നിർവചനമൊക്കെ എടുത്തിരിക്കുന്നത് ഈ ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിൽ നിന്ന്. കേട്ടോ, ഡേറ്റ് എന്നാണ്? 19th November 1863. അപ്പോൾ അന്ന് അമേരിക്കൻ സിവിൽ വാർ നടക്കുന്ന സമയമാണ്, അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. ഇൻ ദ സ്പീച്ച് ഹി റെഫേഴ്സ് ടു ഡെമോക്രസി അദ്ദേഹം എന്ത് വിളിച്ചു? ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ നിർമ്മിച്ച ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം, അല്ലേ? ഹിയർ as Jackson writes the autograph, Barbara asked if it is going to be as long as the Gettysburg Address. അപ്പോൾ ഗെറ്റിസ്ബർഗ് അഡ്രസ്സ് വളരെ ലോങ് ആണ്, അതുകൊണ്ടാണ് അതാണോ എന്ന് ചോദിച്ചത് അദ്ദേഹം. To my hero of yesterday, today and tomorrow, with many thanks for all the many cartoon friends you gave me as a child, they were all I had. അപ്പോൾ എന്താ അദ്ദേഹം എഴുതിയത്? ഗെറ്റിസ്ബർഗ് പ്രസംഗം പോലെ നീട്ടി എഴുതിയെന്ന് പറഞ്ഞില്ലേ? എന്താ എഴുതിയത്? എൻ്റെ ഹീറോ, ഇന്നത്തെയും നാളത്തെയും എൻ്റെ ഹീറോയ്ക്ക്, വിത്ത് മെനി താങ്ക്സ് ഫോർ ഓൾ ദ മെനി കാർട്ടൂൺ ഫ്രണ്ട്സ് യു ഗേവ് മീ ആസ് എ ചൈൽഡ്. ഒരു ചൈൽഡായിരുന്നപ്പോൾ താങ്കൾ എനിക്ക് തന്ന ഒരുപാട് കാർട്ടൂൺ ഫ്രണ്ട്സിന് ഞാൻ നന്ദി പറയുന്നു. ദേ വെർ ഓൾ ഐ ഹാഡ്. എനിക്കിവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എനിക്കിവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒരു പക്ഷേ ഈ കൂട്ടുകാരിൽ എനിക്ക് വേറെ ഫ്രണ്ട്സൊന്നും ഇല്ലാതെ ഇവരെ കൂട്ടുകാരായിട്ട് കണ്ടു എന്നുള്ളതായിരിക്കാം. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ എനിക്ക് സന്തോഷമെന്ന് പറയുന്നത് ഇവരിൽ നിന്ന് മാത്രമായിരുന്നു എന്ന് പറയാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ആ എഴുതിയ ഓട്ടോഗ്രാഫ്. ഐ ഫൗണ്ട് ഹിം ടു ബി എ ലൈഡ് ബാക്ക് ആൻഡ് കോർട്ടിയസ് ജെൻറ്റിൽമാൻ. അദ്ദേഹം വളരെയധികം വളരെ ഫ്രീ ആയിട്ടുള്ള, ഒരു ടെൻഷൻ കൂളായിട്ടുള്ള, വളരെ കോർട്ടിയസ് ആയിട്ടുള്ള, മര്യാദയുള്ള ആളാണ്. which is great deal more than you can say about most of the other in our industry. നമ്മുടെ ഇൻഡസ്ട്രിയിൽ മറ്റാരെ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തെ പറ്റി നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ലേഡ് ബാക്കും കോർട്ടിയസുമാണ് എന്ന് പറയാം. ഇത്രയും മര്യാദയും അല്ലെങ്കിൽ വളരെ കൂളുമായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ കുറച്ച് പേരെ ഇൻഡസ്ട്രിയിൽ ഉള്ളൂ. As it turned out, the executives of great American communications had no interest in doing a deal with Michael Jackson, and nothing further came of these meetings. ഇതൊക്കെ സംഭവിക്കുമ്പോഴും നമുക്ക് പറയേണ്ടുന്ന, ഈ സംഭവങ്ങളെല്ലാം കഴിയുമ്പോഴും നമ്മൾ പറയേണ്ടുന്ന ഒരു കാര്യം, ഈ ഗ്രേറ്റ് അമേരിക്കൻ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ഇതിൻ്റെ ഭാഗമായാണല്ലോ അദ്ദേഹം വന്നത്. അവരാണ് ഇതിൻ്റെയൊക്കെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവർക്ക് മൈക്കൽ ജാക്സണുമായിട്ട് ഒരു ഡീല് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ്.
ആൻഡ് നത്തിങ് ഫർദർ കെയിം ഓഫ് ദീസ് മീറ്റിംഗ്സ്. അതുകൊണ്ട് തന്നെ ഈ മീറ്റിങ്ങിന് ഒന്നും ഉണ്ടായില്ല. ഇതിന് ഫലമായിട്ട് അദ്ദേഹം വിളിച്ചു, നമുക്ക് ഒരുമിച്ചൊരു പ്രോഗ്രാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വളരെ ഹാപ്പിയാണ്, ഇവർ രണ്ടുപേരും വളരെ ഹാപ്പിയാണ്. എങ്കിൽ പോലും ഇങ്ങനൊരു സംഭവം ഇവർ ഒരുമിച്ചുള്ള ഒരെണ്ണം വിജയമായിട്ട് വന്നില്ല, അവർ ചെയ്തിട്ടില്ല. ഇവർ മൈക്കൽ ജാക്സനെ എന്ത് ചെയ്തില്ല? കൊളാബ് ചെയ്തില്ല. നെവർത്തലെസ് മൈ മീറ്റിംഗ്സ് വിത്ത് ഹിം വെർ ഡിലൈറ്റ്ഫുൾ. അപ്പം അത് നടന്നു പോലോ നടന്നില്ല പോലോ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമായിട്ടുള്ള എൻ്റെ മീറ്റിംഗ് വളരെ ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒന്ന് ആയി. ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡസ് ജോസഫ് ബാർബറ റെഫർ ടു ആസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടൈംസ് ഓഫ് ഹിസ് ലൈഫ്? എന്താണ്? ജോസഫ് ബാർബറ refers to working as a creative consultant on the Tom and Jerry movie as one of the best times of his life. അടുത്ത, what did Barbara hope Michael Jackson might do for the Tom and Jerry feature? അതിനു വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യും എന്ന് അവർ വിചാരിച്ചത്? Barbara hoped that Michael Jackson might sing a song for the Tom and Jerry feature. What did Barbara sketch for Michael Jackson at the first meeting? ഫസ്റ്റ് മീറ്റിങ്ങിൽ ബാർബറ മൈക്കൽ ജാക്സന് വേണ്ടി എന്ത് വരച്ചു കൊടുത്തു? എന്താ കൊടുത്തത്? Barbara sketched scenes from one of his favorite cartoons, Bowling a Cat, depicting the action and atmosphere for Michael Jackson at their first meeting. Barbara sketched scenes from one of his favorite cartoons, Bowling a Cat, depicting the action and atmosphere for Michael Jackson at their first meeting. അടുത്തത്, they were all I had. What does this remark by Jackson tell us about his childhood? അവർ മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്ന് പറയുന്നു. അതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ്? അദ്ദേഹം വളരെയധികം കാർട്ടൂണിനെ സ്നേഹിച്ചിരുന്നു. ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തെ എൻജോയ് ചെയ്യിപ്പിച്ചിരുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം അത്രയ്ക്ക് സന്തോഷകരമായിരിക്കില്ല, അല്ലെ, ലോൺലിനെസ് ഉണ്ടായിരിക്കാം. നമുക്കെന്ത് പറയാം? മൈക്കൽ ജാക്സൺസ് റിമാർക്ക് "they were all I had" shows that cartoons were very important to him as a child. It suggests he may have felt lonely and found of comfort in them. അല്ലേ? എന്താണ്? വളരെ ലോൺലി ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം. ഇതിലാണ് അദ്ദേഹം ചിലപ്പോൾ കംഫർട്ട് കണ്ടെത്തിയിരുന്നത്. ദിസ് ഷോസ് ദാറ്റ് ആനിമേറ്റഡ് ക്യാരക്ടേഴ്സ് വെയർ ലൈക്ക് ഫ്രണ്ട്സ് ടു ഹിം ആൻഡ് ഹെൽപ്പ് ഹിം ഫീൽ ഹാപ്പി. അല്ലേ? ഈ ആനിമേറ്റഡ് ക്യാരക്ടേഴ്സൊക്കെ അദ്ദേഹത്തിന് ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നിരിക്കാം, അവരായിരിക്കാം അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചത്. ഇനി അടുത്തത്, ഡിഡ് ദ മീറ്റിംഗ്സ് ബിറ്റ്വീൻ ജോസഫ് ബാർബറ ആൻഡ് മൈക്കൽ ജാക്സൺ ലീഡ് ടു എ കൊളാബറേഷൻ? വൈ? ഇവർ രണ്ടുപേരും തമ്മിലുള്ള മീറ്റിംഗ് ഒരു കൊളാബറേഷനിലോട്ട് പോയിരുന്നെങ്കിൽ എന്നിങ്ങനെ, ഇല്ലെങ്കിൽ എന്തേ? അതാണ് ക്വസ്റ്റ്യൻ. ശരിക്കും ഉണ്ടോ? ഇല്ല. ദ മീറ്റിംഗ്സ് ബിറ്റ്വീൻ ജോസഫ് ബാർബറ ആൻഡ് മൈക്കൽ ജാക്സൺ ഡിഡ് നോട്ട് ലീഡ് ടു എ കൊളാബറേഷൻ. അല്ലേ? ദ എക്സിക്യൂട്ടീവ്സ് അറ്റ് ഗ്രേറ്റ് അമേരിക്കൻ കമ്മ്യൂണിക്കേഷൻസ് വെയർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വർക്കിംഗ് വിത്ത് മൈക്കൽ ജാക്സൺ. Despite their friendly and inspiring meetings, no project came from it. ഇത്രയുമാണ് സൈഡ് ക്വസ്റ്റ്യൻസ്. ഇനിയുള്ളത് ലെറ്റസ് റിവൈൻഡും അതുപോലെ തന്നെ എന്തുമാണ്, ആക്ടിവിറ്റീസുമാണ്. അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ്. അപ്പോൾ നല്ല മിടുക്കരായിട്ട് പഠിക്കുക. അടുത്ത ബാലൻസ് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.